ഹലോ, ഞാനിന്ന് നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അധികം വരുന്ന ഇഡ്ഡലി കൊണ്ടുണ്ടാക്കുന്ന ഒരു ഉപ്പുമാവാണ് കാണിക്കുന്നത്. എനിക്ക് ഏകദേശം 5-6 ഇഡ്ഡലി കൂടുതൽ വന്നു. അപ്പോൾ ഞാനതിനെ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് ചെറുതാകണം. പിന്നെ ഒരു കൊച്ചു സവോള, അര സവോള എടുത്താലും മതി. അത് വളരെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു വലിയ പച്ചമുളക്, ആ പച്ചമുളക് കുറച്ച് പഴുത്തു തുടങ്ങിയത്, അതുകൊണ്ടാണ് ചുവപ്പ് നിറം കൂടെ കാണുന്നത്. ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞു വെച്ചു. ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയുണ്ട്, കരിവേപ്പിലയുണ്ട്. പിന്നെ ഒരു 5-6 സ്പൂണ് തേങ്ങ. ഇത്രയും കൊണ്ടാണ് നമ്മൾ ഇഡ്ഡലി ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലോട്ട് ഞാൻ കുറച്ച് നെയ്യും കൂടെ ഒഴിക്കുന്നുണ്ട്, ഒരു കൊച്ചു സ്പൂണ്. ചുറ്റിച്ച് നമുക്ക് എടുക്കാം. ഇതിലോട്ട് കാൽ സ്പൂൺ കടുക്, ഒരു 3 സ്പൂൺ ഉഴുന്ന് പരിപ്പ്. കുഞ്ഞ് സ്പൂണാണ് കേട്ടോ, ഈ സ്പൂണിനായി പറയുന്നത്. 3 സ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ടു. പരിപ്പൊക്കെ ഇത് ചുമന്ന് തുടങ്ങിയപ്പോൾ നമുക്ക് അതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും ഇഞ്ചി കരിവേപ്പിലയെല്ലാം ഇടുക. കഴിഞ്ഞ ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. ചെറുതായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് സവോളയും പച്ചമുളകും എല്ലാം. ഈ സമയത്ത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന ഇഡ്ഡലി ഇതിലോട്ടിടാം. ഇഡ്ഡലിക്ക് നമ്മൾ ഉപ്പ് ചേർത്താണെങ്കിലും നമുക്കൊരു സ്വല്പം ഉപ്പും കൂടെ ഇടണം. ചെറിയ ക്വാണ്ടിറ്റി ഉപ്പും കൂടെ ഇതിൻ്റെ കൂടെ ഇടണം. എന്നിട്ടിങ്ങനെ ഒന്ന് ഇട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കാം. സമയത്ത് 1 സ്പൂണ് ഇത് തിളച്ച വെള്ളമാണ് കേട്ടോ, ഞാൻ ഫ്ലാസ്കിൽ നിന്ന് എടുത്ത വെള്ളമാണ്. സ്പൂൺ തിളച്ച വെള്ളം ഇട്ടിരിക്കുന്നത്. അധികമൊന്നും വേണ്ടേ, ഒരിക്കും. അപ്പം നമ്മൾ എടുത്ത് വെച്ചിരുന്ന തേങ്ങയും ഈ സമയം ഇതിൻ്റെ കൂടെ ചേർക്കണം. എന്നിട്ട് നല്ലപോലെ എല്ലാം കൂടെ ഇളക്കി ചേർത്ത് 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് നമ്മൾ ഏറ്റവും ചെറിയ തീയിലാണ് ഇത് വെച്ചിരിക്കുന്നത് കേട്ടോ, അല്ലെ കരിഞ്ഞു പോകും. എല്ലാം ഇളക്കി ചേർത്തിട്ട് ഇതിനെ ഒന്ന് അടച്ച് വയ്ക്കാം 1 മിനിറ്റ്. ഇതാ നമ്മുടെ ഇഡ്ഡലി ഉപ്പുമാവൊക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും പെട്ടെന്ന് നമ്മളത് ഇഡ്ഡലി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കേണ്ട, പെട്ടെന്ന് ഇതൊരു സ്വാദിഷ്ടമായ പദാർത്ഥമാക്കാനും. ഇത് വെറുതെ തിന്നാനും നല്ലതാണ്, അല്ലേ കുറച്ച് പഞ്ചസാരയോ എന്തെങ്കിലും തൂവിയും തിന്നാം. അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കും. എന്ന് വെച്ചാൽ എന്തായാലും നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയാൽ 1-2 ഒക്കെ കൂടുതൽ വരും. ചെറുതായിട്ട് ഉണ്ടാക്കി നോക്കും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.